ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൂൺ എങ്ങനെയാണ് ഞാൻ സൂക്ഷിക്കുന്നതെന്നാണ് കേട്ടോ. സൂക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ കൂണ് സാധാരണ എല്ലാവരും മേടിച്ചപ്പം തന്നെ ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മേടിച്ചത്. പക്ഷെ ഒത്തിരി ഉള്ളതുകൊണ്ട് വെച്ചാൽ ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് നമ്മളത് എടുത്ത് വെക്കും. അപ്പോഴാണ് നമ്മൾ റോസ്റ്റൊക്കെ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് കളയണം. അങ്ങനെ കളഞ്ഞ് കഴിയുമ്പം ഇങ്ങനൊരു രൂപത്തിലേക്ക് ഇത് വരും കേട്ടോ. കഴിഞ്ഞിട്ട് കാണാം. ക്യാമറാമാനും വീഡിയോഗ്രാഫറും കൊറിയോഗ്രാഫറും ഒക്കെ ഞാനായതുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്യാൻ ഇത്തിരി പാടുണ്ട്. വേറെ ആരും ഇല്ല ഇവിടെ വീഡിയോ എടുത്ത് കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കൂടിൻ്റെ ഈ ഭാഗം ഇങ്ങനെ പതുക്കെ വേർപ്പെടുത്തി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല കേട്ടോ, ശരിക്കും നമുക്കത് എടുക്കാൻ കിട്ടും. ഇങ്ങനെ വെക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ തൊലി ഇത് വേണ്ട, ഇത് നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭാഗമാണ്. സോ ആ സ്കിന്ന് നമുക്ക് കളയാൻ പറ്റും. അങ്ങനെ ഓരോന്നും കളഞ്ഞെടുക്കണം. ഈ കാൽഭാഗത്ത് ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ഇല്ല കണ്ടോ. ഈ ഭാഗം നമുക്ക് ഒന്നുകിൽ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ നെഗുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പോവും. എനിക്ക് നെഗൊന്നും ഇല്ല, പക്ഷേ ഞാൻ ആക്കുമ്പോഴും പോകുന്നുണ്ട്. സോ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാ കൂണും നമ്മൾ എടുക്കണം. ഇത് നമ്മൾ ലുലുവിൽ പോയി കഴിഞ്ഞാൽ 5.95, അതൊരു 6 റിയാലിൻ്റെ 7 റിയാലിൻ്റെ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്ന ബോക്സിനകത്ത് വരുന്ന കൂണാണ്. ക്ലീൻ ചെയ്ത കൂണ് ഓൾറെഡി അവിടെ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. ഓക്കെ, അത്രയും കൂണ് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഇത്രയാണുള്ളത്. ഇനി നമുക്കിത് അരിയാം. അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കഴുകാം. എല്ലാം ഒരു ദിവസത്തെ പണിയാണ് കേട്ടോ. ഞാൻ രാവിലെ ഒരു 10 മണിക്ക് 11 മണിക്കൊക്കെ കിച്ചണിൽ കയറി. ഇപ്പോൾ സമയം 2 മണിയായി. പക്ഷെ കുക്കിംഗ് അല്ല മെയിൻ ടാർഗറ്റ്. ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തും കഴുകി വെക്കില്ല. അതായത് അങ്ങനത്തെ പരിപാടി കാരണമാണ്. കുക്കിംഗ് എനിക്ക് പെട്ടെന്ന് ചെയ്യും. ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യില്ല. ആർക്കെങ്കിലും വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സാധാരണ എല്ലാം ഇതിലും നോക്കിയാലും നിറച്ചും കുക്കിംഗ് വീഡിയോ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. അതായത് ഇപ്പം നമ്മൾ അങ്ങനെ കഴുകിയപ്പോൾ ഇതിൻ്റെ ഈ പുറകിലെ ഈ ഒരു ഭാഗം കണ്ടോ, ഇതിനകത്തേക്ക് ശരിക്കും നമ്മുടെ നാട്ടിലെ കൂണാണെങ്കിൽ മണ്ണൊക്കെ അങ്ങനെ പറയും. അത് വേണമെങ്കിൽ കളയണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിനകത്തിട്ട് കഴിയുമ്പോഴത്തേനും അതുകൾ കണ്ടോ ഇങ്ങനെ ഇതിനകത്തേക്ക് പറ്റിപ്പിടിക്കും. നമുക്കതപ്പോൾ സിമ്പിളായിട്ടെടുത്ത് ഇങ്ങനെ തട്ടിക്കളയോ അല്ലെ വീണ്ടും ഇങ്ങനെ കഴുകുകയോ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അഴുക്കില്ല എന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. നല്ലപോലെ അഴുക്കൊക്കെ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ കഴുകും. ശരിക്കും അരിഞ്ഞിട്ട് പച്ചക്കറി കഴുകാൻ പാടില്ല എന്നാണ് പറയുക. അരിയുന്നതിന് മുമ്പ് വേണം കഴുകാനായിട്ട്. കൂണ് ഞാനിങ്ങനെയാണ് അരിയുന്നതിന് മുമ്പാണ് കഴുകാറ്. സോ എനിക്കറിയില്ല അതിൻ്റെ ശാസ്ത്രീയ വശം. ഞാൻ എല്ലാം ചെയ്യുന്ന പോലെ ആ സാധനം കളപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ആക്കുന്നത്. അപ്പം ആ സാധനം പോയി കിട്ടും. ഓക്കെ, ഒരു പരിധി വരെ വെട്ടിക്കളഞ്ഞാലും അതത്രയ്ക്കും ക്ലീനൊന്നും ആവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.